പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറും ഫോണിൽ ചർച്ച നടത്തി. മേഖലയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളും പശ്ചിമേഷ്യയിലെ സമാധാനം, സ്ഥിരത, സുരക്ഷ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും ഇരുവരും ചർച്ച ചെയ്തതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷവും ഇറാൻ അമേരിക്ക ബന്ധത്തിലെ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദവും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഭാഷണം നടന്നത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും ആഗോള ഊർജ്ജ വിപണിയെയും നേരിട്ട് ബാധിക്കാവുന്ന തരത്തിൽ ഹോർമൂസിലെ സ്ഥിതിഗതികൾ മാറിയ സാഹചര്യത്തിൽ പ്രാദേശിക രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ആശയവിനിമയത്തിന് വലിയ പ്രാധാന്യമാണ് ലഭിക്കുന്നത്. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാൻ ഒരേ സമയം ഗൾഫ് രാജ്യങ്ങളുമായും അമേരിക്കയുമായും ബന്ധം പുലർത്തുന്ന രാജ്യമാണ്. ഈ നയതന്ത്ര സ്ഥാനം പാകിസ്ഥാന് സംഘർഷം കുറയ്ക്കുന്നതിനുള്ള സംഭാഷണങ്ങളിൽ ഒരു പങ്ക് വഹിക്കാനുള്ള സാധ്യത നൽകുന്നു. അതുകൊണ്ട് തന്നെ മുനീർ അരാഗ്ചി ഫോൺ സംഭാഷണം നിലവിലെ പ്രതിസന്ധിയിൽ പാകിസ്ഥാന്റെ നയതന്ത്ര നിലപാടിന്റെ സൂചനയായും വിലയിരുത്തപ്പെടുന്നു. ഇരുവരും നേരത്തെയും പ്രാദേശിക സുരക്ഷാ വിഷയങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിനാൽ ഇപ്പോഴത്തെ ഫോൺ സംഭാഷണം ഒറ്റപ്പെട്ട നീക്കമല്ലെന്നും ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ഉന്നതതല തന്ത്രപരമായ ആശയവിനിമയത്തിന്റെ തുടർച്ചയാണെന്നും വിലയിരുത്തപ്പെടുന്നു. അതേസമയം ഈ സംഭാഷണം ഉടൻ ഒരു സമാധാന കരാറിലേക്കോ ഔദ്യോഗിക മധ്യസ്ഥതയിലേക്കോ നയിക്കുമെന്ന് ഉറപ്പില്ല. എന്നാൽ സംഘർഷം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഘട്ടത്തിൽ ആശയവിനിമയത്തിന്റെ വാതിലുകൾ തുറന്നുവെക്കുന്നത് നിർണായകമാണ്. ഹോർമൂസിലെ സാഹചര്യം, ഇറാൻ അമേരിക്ക ബന്ധത്തിലെ അടുത്ത നീക്കങ്ങൾ, ഗൾഫ് രാജ്യങ്ങളുടെ പ്രതികരണം എന്നിവയ്ക്കൊപ്പം പാകിസ്ഥാൻ തുടർന്നും നയതന്ത്ര ഇടപെടൽ നടത്തുമോ എന്നത് ഇനി ശ്രദ്ധേയമാകും.